ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒച്ച ഉണ്ടാക്കാത്ത ഒരു പാക്കറ്റാണ്. ഇതിൽ നിന്ന് ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഇതിൻ്റെ രണ്ട് സൈഡിലൊന്ന് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പൗച്ചിൻ്റെ ഫോമിൽ ഇത് കിട്ടും. ഇനി ഇതിൻ്റെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മളൊന്ന് കേർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് ഈ പൗച്ചിൻ്റെ ഓപ്പണിംഗ് പോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പെയിൻറ്റ് മാർക്കർ വെച്ചിട്ട് കുറച്ച് സിമ്പിൾ പൂക്കളാണ് വരച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ അക്രിലിക് കളേഴ്സ് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ പിക്ചറോ വരച്ചിട്ട് ഇതിൻ്റെ മേലെ ഒട്ടിച്ചെടുത്താലും മതി. എന്താണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലും ഇതുപോലെ ഫ്ലവർ ഡിസൈൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലത്തെ 2 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ഡബിൾ സൈഡ് ടേപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ വാഷി ടേപ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി അത് ഈ പൗച്ചിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു പൂ വരച്ചെടുക്കുന്നുണ്ട്. കളർ ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യുക. അതിനുശേഷം ഇതിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് പൗച്ചിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് പകരമായിട്ട് വെൽക്രോ അല്ലെങ്കിൽ ബട്ടൺസോ ഒക്കെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മളുടെ പൗച്ചിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.